Good morning all. Prayer പറഞ്ഞോ കേട്ടോ. Okay, prayer. Thank you, God, for the world so sweet. Thank you, God, for the food we eat. Thank you, God, for the bird that sing. Thank you, God, for everything. Have a blessed day. Signing and thought of the day. I'm prepared അല്ല. Signing and thought of the day. Signing പറയാം മാം. Kannada. Good morning, Abarna Miss and all my dear friends. Today I warmly welcome you all. I would like to give a short introduction about specially abled children. They are children with unique abilities and different challenges, but they are full of talent, strength, and potential. They deserve love, respect, and equal opportunities just like everyone else. Let us learn to be kind, supportive, and inclusive towards all. Thank you, ma'am, and thank you all. Okay. Signing. Sorry, thought of the day. Thought of the day ഞാൻ പറയാം മാം. Okay, പറഞ്ഞോ. ഗുഡ് മോർണിംഗ് മാം ആൻഡ് ഗുഡ് മോർണിംഗ് ഓൾ. ഏതൊരു കാര്യത്തിലായാലും സ്വന്തമായി ഉറച്ച തീരുമാനം ഉണ്ടായിരിക്കണം. എടുക്കുന്ന തീരുമാനങ്ങളിൽ ചാഞ്ചാട്ടമില്ലാതെ ഉറച്ചു നിൽക്കാനും കഴിയണം. ഒരു തീരുമാനം എടുക്കാനും അതിൽ ഉറച്ചു നിൽക്കാനും കഴിയാത്തവരാണ് പലപ്പോഴും മറ്റുള്ളവരുടെ കണ്ണിലെ പാവങ്ങളായി ജീവിക്കേണ്ടി വരുന്നത്. താങ്ക് യു മാം. Thank you. നമ്മള് ലാസ്റ്റ് ക്ലാസ്സിൽ ഏത് ചാപ്റ്റർ ആയിരുന്നു ഡിസ്കസ് ചെയ്തിരുന്നതെന്ന് ഓർമ്മയുണ്ടോ? നീഡ്സ് ആണോ? ചൈൽഡ് വെൽഫെയർ. ഓക്കെ, ചൈൽഡ് വെൽഫെയർ. ക്ലാസ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ ക്ലാസ്സിൽ കാണിക്കാൻ പറ്റിയില്ല. കാണിക്കട്ടെ. ആ പ്രശ്നം ചെയ്തോളെ. ഏതാണ്? ഏത് വർക്കാണ്? പ്രസന്റ് ചെയ്തോ. ഓക്കെ, സെൻസ് ഓർഗൻസിന്റെ അല്ലേ? പ്രസന്റ് ചെയ്തോട്ടോ. ലിൻഷി. ഓക്കെ, ബാക്ക് ക്യാമറ. ഓക്കെ, കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. നോസ്. ഓക്കെ, ബാക്കിൽ സ്മെല്ല്. ഓക്കെ, നന്നായിട്ടുണ്ട്. ഓക്കെ, നന്നായിട്ടുണ്ട് കേട്ടോ. ബാക്കിയുള്ളവരെല്ലാവരും കഴിഞ്ഞ ക്ലാസ്സിൽ കാണിച്ചതാണോ? ഇല്ല, കുറെ പേർക്ക് കാണിക്കാൻ പറ്റിയില്ല. ക്യാമറയുടെ പ്രശ്നം വന്നിട്ടല്ലേ? ആ, കഴിഞ്ഞ ക്ലാസ്സിൽ കാണിക്കാത്ത കുട്ടികള് ഇന്ന് പ്രസന്റ് ചെയ്യാനായിട്ട് ഓക്കെ ആണോ? ഇല്ല മാം, ഞാൻ അടുത്ത ആഴ്ച കാണിക്കാം. അടുത്ത ക്ലാസ്സിൽ കാണിക്കാം. ഓക്കെ മിസ്, ഞാനൊന്ന് ശ്രമിച്ചു നോക്കിക്കോട്ടെ. നോക്കിക്കോടാ. ഒന്നും കൂടെ പറഞ്ഞു തരാമോ? ബാക്ക് ക്യാമറ കാണുന്നില്ലെങ്കിൽ ഫോൺ ജസ്റ്റ് ഒന്ന് ചെരിച്ചിട്ട് ഇപ്പൊ കാണിച്ചില്ലേ, ലിൻഷി കാണിച്ച പോലെ കാണിച്ചോ?
ഓക്കെ, കാണാട്ടോ. ഓക്കെ, സയൻസ് ഓർഗാനിസിനെ ഇതിൽ കാണാൻ പറ്റുന്നുണ്ട്. വരച്ചിരിക്കണോ? ആ വരച്ചതാ, അതിന്റെ അടിയിൽ ഓരോന്നിന്റെ അടിയിൽ ഓരോന്ന് ചെയ്തിരിക്കുന്ന. ഇപ്പൊ കുറച്ചും കൂടി കാണുന്ന രീതിയിൽ ഒന്ന് ഫോൺ ചരിച്ചൊക്കെ ആവൂടാ. അല്ലെങ്കിൽ മോന് ഫോൺ സ്ഥലത്ത് പ്ലേസ് ചെയ്തിട്ട് ആ ചാർട്ട് എടുത്തിട്ട് കാണിച്ചു തന്നാലും മതി. ഫ്രണ്ട് ക്യാമറ വഴി തന്നെ മോൻ സ്ഥലത്ത് ഫോൺ വെച്ചിട്ട് ആ ചാർട്ട് എടുത്തിട്ട്. ഓക്കെ, കാണാലോ? ഓക്കെ പിന്നെ ഓരോന്നിന്റെ അടിയില് ഇങ്ങനെ. ഓക്കെ, അത് കാണാൻ പറ്റുന്നത്. ഓക്കെ, കാണാട്ടോ. ആ മ്യൂസിക്കിന്റെ സിമ്പലാണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഐസ്ക്രീം. ടച്ച്. ഓക്കെ, സോ നമ്മള് ലാസ്റ്റ് ക്ലാസ്സില് ഏത് പോർഷൻ വരെ പറഞ്ഞു നിർത്തി ഓർമ്മയുണ്ടോ? ചൈൽഡ് വെൽഫെയറില് ഫിസിക്കല് തൊട്ടെടുക്കണം. ഓക്കെ, ഫിസിക്കൽ മുതലെടുക്കണം. അല്ലെ ഫിസിക്കൽ ഡിസബിലിറ്റീസ് സെമിനാറിന്റെ ഒരു ടോപ്പിക്കും കൂടെ എടുക്കാനുണ്ടായിരുന്നു. ആണല്ലേ? സെമിനാറിന്റെ ടോപ്പിക് തന്നിട്ടുണ്ടായിരുന്നു. ഫിസിക്കൽ ഡിസബിലിറ്റിയുടെ ആ ഒരു പോർഷൻ ആയിരിക്കുള്ളൂ അല്ലെ? അത് പ്രസന്റ് ചെയ്തിട്ടില്ലല്ലോ? ആരും പ്രസന്റ് ചെയ്തിട്ടില്ലല്ലോ? സെമിനാർ കുറച്ച് എടുത്തായിരുന്നു, ഇനി ഒന്നുകൂടെ ഉള്ളായിരുന്നു. ലേണിംഗ് ഡിസബിലിറ്റി. ഗോപാൽ ട്രാജഡി ബാക്കിയെല്ലാം കഴിഞ്ഞായിരുന്നു. ഒരെണ്ണം കൂടി ചെയ്യാൻ. അതാരായിരുന്നു ചെയ്യാനുള്ളത്? ഞാനായിരുന്നു മിസ്റ്റർ ജിൻസി. ജെൻസി വന്നിട്ടാ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ടാവും. ആ MT18 അടുത്തോടാ ജെൻസി. സെമിനാർ ടോപ്പിക് എന്ന് പറയുന്നത് ലേണിംഗ് ഡിസബിലിറ്റി, പഠന വൈകല്യം. എന്താണ് പഠന വൈകല്യം? തലച്ചോറിന്റെ പ്രവർത്തനത്തിലെ പ്രത്യേകതകൾ കാരണം വിവരങ്ങൾ മനസ്സിലാക്കുന്നതിനും പ്രോസസ് ചെയ്യുന്നതിനും ബുദ്ധിമുട്ട് നേരിടുന്ന ഒരു അവസ്ഥയാണ് പഠന വൈകല്യം അല്ലെങ്കിൽ ലേണിംഗ് ഡിസബിലിറ്റി. പഠന വൈകല്യം ഒരു ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡർ ആണ്. ബുദ്ധിപരമായി പിന്നോക്കമല്ലാത്ത കുട്ടിക്ക് മറ്റ് കാര്യങ്ങളിൽ മികവ് പ്രകടിപ്പിക്കുകയോ എഴുത്തിലും വായനയിലും ഗണിതത്തിലും ഭാഷ പഠിക്കുന്നതിലും മാത്രം പ്രയാസം അനുഭവപ്പെടുന്നതിലും ലളിതമായി പറയുന്ന ഒരു വേർഡാണ് ലേണിംഗ് ഡിസബിലിറ്റി. ഇത് ബുദ്ധിയോ ഐക്യുവിനെ ബാധിക്കുന്നതല്ല. ലേണിംഗ് ഡിസബിലിറ്റി ക്ലാസിഫിക്കേഷൻ ചെയ്ത 3 ടൈപ്പ്. ഫസ്റ്റ് വൺ ആണ് ഡിസ്ലെക്സിയ, സെക്കൻഡ് വൺ ഡിസ്ഗ്രാഫിയ, തേർഡ് വൺ ഡിസ്കാൽക്കുലിയ. ഫസ്റ്റ് വൺ ഇസ് ഡിസ്ലെക്സിയ. ഡിസ്ലെക്സിയ എന്താണെന്ന് നമുക്ക് നോക്കാം. ഡിസ്ലെക്സിയ എന്ന് പറയുന്ന ഗ്രീക്ക് വേർഡാണ് ഡിസ്ലെക്സിയ. ഇത് വായനയുമായി ബന്ധപ്പെട്ട് പറയുന്നതാണ് ഡിസ്ലെക്സിയ. പഠന വൈകല്യമുള്ള കുട്ടികൾക്ക് വായനയുമായി ബന്ധപ്പെട്ട് പറയുന്നതിനെയാണ് ഡിസ്ലെക്സിയ എന്ന് പറയുന്നത്. ഇത് നമുക്ക് മനസ്സിലാക്കാനുള്ള കുറച്ച് പോയിന്റുകളാണ് നമുക്കിത് പറയാൻ പോകുന്നത്. ഡിസ്ലെക്സിയ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാവധാനം വായിക്കുന്ന കുട്ടികൾ അക്ഷരങ്ങൾ പെറുക്കി വായിക്കുക, ഓരോ വാക്കുകളുമായി വായിക്കുക, അക്ഷരങ്ങളും വാക്കുകളും തല തിരിച്ചോ മറിച്ചോ ഒക്കെ വായിക്കുന്നത്, ശബ്ദത്തിൽ ഏറ്റക്കുറച്ചുകൾ ഇല്ലാതെ വായിക്കുക, ചില അക്ഷരങ്ങൾ, വാക്കുകൾ, ചിഹ്നങ്ങൾ വിട്ടുകളയുക, വായിക്കാൻ വിരലുകളുടെ സഹായം വേണ്ടിവരുന്നു, ഊഹിച്ചു വായിക്കുന്നു, വാക്കുകളും വരികളും തെറ്റായ ക്രമത്തിൽ വായിക്കുന്നു, വായിക്കുമ്പോൾ സമ്മർദ്ദം അനുഭവപ്പെടുന്നു, വായിക്കുന്ന കാര്യങ്ങൾ ഗ്രഹിക്കാൻ കഴിയുന്നില്ല. ഈ പോയിന്റുകളൊക്കെ നമുക്ക് ഡിസ്ലെക്സിയ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. സെക്കൻഡ് വൺ ആണ് ഡിസ്ഗ്രാഫിയ. ഡിസ്ഗ്രാഫിയ എന്ന് പറയുന്നത് എഴുത്തുമായി ബന്ധപ്പെട്ടതിനെയാണ് ഡിസ്ഗ്രാഫിയ എന്ന് പറയുന്നത്. ഇത് നമുക്ക് ഐഡന്റിഫിക്കേഷൻ ചെയ്യാൻ പറ്റുന്നത് മോശം കൈയക്ഷരം, എഴുത്ത് വളരെ സാവധാനത്തിലായിരിക്കും, കേട്ടെഴുതാനുള്ള പ്രയാസം, ചിഹ്നങ്ങൾ ഗ്രഹിക്കുവാനും ചിഹ്നങ്ങൾ ഉപയോഗിക്കാൻ വളരെ പ്രയാസം, ബോർഡിൽ നിന്നും മറ്റു പുസ്തകങ്ങളിൽ നിന്നും പകർത്തി എഴുതുവാനുള്ള പ്രയാസം, ക്ലാസ്സിലെ നോട്ട്ബുക്കുകളൊക്കെ അപൂർണമായിരിക്കും, വലിയ അക്ഷരം, ചെറിയ അക്ഷരം ഇതെല്ലാം തെറ്റിപ്പോകും, അക്ഷരങ്ങൾ തിരിച്ചു മറിച്ചു എഴുതും, അക്ഷരങ്ങൾ വിട്ടുപോകും, അക്ഷര വലിപ്പ ബന്ധം, അക്ഷരങ്ങൾക്കും വാക്കുകൾക്കും വരികൾക്കും ഇടയിൽ ആവശ്യമായ അകലം സ്പേസ് ഇടാതെ എഴുതുന്നത്, ഇതെല്ലാം ഡിസ്ഗ്രാഫിയയിൽ ഉൾപ്പെടുന്നതാണ്. തേർഡ് വൺ ആണ് ഡിസ്കാൽക്കുലിയ.
ഡിസ്കാൽക്കുലിയ എന്ന് പറയുന്നത് ഗണിതവുമായി ബന്ധപ്പെട്ടതിനാണ് ഡിസ്കാൽക്കുലിയ എന്ന് പറയുന്നത്. ഡിസ്കാൽക്കുലിയ ഉള്ള കുട്ടികൾക്ക് മാത്സിലൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. എല്ലാ കുട്ടികൾക്കും മാത്സ് ബുദ്ധിമുട്ടാണെങ്കിലും ചിലവർക്ക് അത് കൂട്ടുവാനും കുറയ്ക്കുവാനുള്ള ബുദ്ധിമുട്ട്, അതിന്റെ ആശയങ്ങളൊക്കെ മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ട്, അത് പ്രയോഗിക്കുവാനുള്ള ബുദ്ധിമുട്ട്, ഗണിതത്തിലെ അടിസ്ഥാന ആശയങ്ങൾ മനസ്സിലാക്കാനുള്ള പ്രയാസം, ചിഹ്നങ്ങൾ തമ്മിലുള്ള ആശയക്കുഴപ്പങ്ങൾ, സമയം പറയാനുള്ള ബുദ്ധിമുട്ട്, ക്ലോക്കിലൊക്കെ നോക്കുമ്പോൾ സമയമൊക്കെ പറയാനുള്ള ബുദ്ധിമുട്ട്, സമയവും ബന്ധപ്പെട്ട പ്രവർത്തനവും ചേർത്ത് പറയുവാനുള്ള ബുദ്ധിമുട്ട്, പണം കൈകാര്യം ചെയ്യുവാനുള്ള ബുദ്ധിമുട്ട്, മനക്കണക്കുകൾ കൂട്ടാനുള്ള പ്രയാസം, ഇതെല്ലാം നമുക്ക് ഡിസ്കാൽക്കുലിയയിൽ ഉൾപ്പെടുന്നതാണ്. പഠന വൈകല്യം യഥാർത്ഥത്തിൽ നമുക്ക് മനസ്സിലാക്കിയ നമുക്ക് ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. സ്വയം നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യരുത്. ഇത് ശാസ്ത്രപരമായി നമുക്ക് പറയുമ്പോൾ അവര് പാരമ്പര്യമായിട്ട് ഉണ്ടാകും, അല്ലെങ്കിൽ ഗർഭാവസ്ഥയിൽ അമ്മയ്ക്കുള്ള പ്രയാസം മൂലം ഇങ്ങനെ വരാം, ജനനസമയത്തെ പ്രയാസം, ജനനശേഷമുള്ള പ്രയാസം, ആഘാതം, പക്ഷാഘാതം, അൽഷിമേഴ്സ്, അപകടങ്ങൾ എന്നിവ മൂലമോ മറ്റ് ജീവിത സാഹചര്യങ്ങളും ഇതിനെല്ലാം കാരണവും ഇങ്ങനെ ഉണ്ടാകും. പാരമ്പര്യം എന്ന് പറയുന്നത് ഡിസ്ലെക്സിയ ജീവിത ശൃംഖലയിലെ 16 ക്രോമസോമും വഴി അടുത്ത തലമുറയിലേക്ക് വരുന്നുണ്ടെന്ന് ശാസ്ത്രപരമായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പിന്നെ ആണെങ്കിൽ ഗർഭാവസ്ഥയിൽ അമ്മയ്ക്കുള്ള പ്രയാസങ്ങൾ എന്ന് പറയുന്നത് ഗർഭിണി ആയിരിക്കുമ്പോൾ അമിത വീര്യമുള്ള മരുന്നുകളുടെ ഉപയോഗം, മാനസിക സംഘർഷം, കീടനാശിനികൾ തെളിച്ച പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഉപയോഗിക്കുന്നതുണ്ട്, ഫാസ്റ്റ് ഫുഡ് അമിത ഉപയോഗം, വീഴ്ച, മറ്റ് അപകടങ്ങൾ കാരണമോ ഇങ്ങനെയൊക്കെയാണെങ്കിൽ പ്രഗ്നൻസി സമയത്ത് അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് ഇത് ഉണ്ടാവാനുള്ള കാരണമുണ്ട്. പിന്നെ പറയുന്നത് ജനനസമയത്തെ പ്രയാസങ്ങൾ. ജനനസമയത്തെ പ്രയാസം നേരത്തെയുള്ള സിസേറിയനൊക്കെ വരുന്നത്, വൈകിയുള്ള പ്രസവം, പ്രസവ സമയത്ത് കുട്ടിക്ക് ആവശ്യമായ ഓക്സിജൻ ലഭിക്കാതെ വരുന്നത്, പൊക്കിൾക്കൊടികൾ ചുറ്റുന്നത്, മഷി ഇറക്കുന്നത്, പ്രഷർ കൂടി കുഞ്ഞ് കരയാതിരിക്കുന്നത്, കുഞ്ഞ് പിന്നെ വൈകി കരയും, ജനന സമയത്ത് നാഡി സംബന്ധമായ തകരാറുകൾ മൂലം ഇതെല്ലാം കാരണവും വരുന്നുണ്ട്. പിന്നെ ഉള്ളത് ജനനശേഷമുള്ള പ്രയാസങ്ങൾ എന്ന് പറയുന്നത് ജനനശേഷം കുട്ടിയുടെ വളർച്ചയിൽ വിവിധ ഘട്ടങ്ങൾ കൃത്യതയോടെ നടക്കാതിരിക്കുന്നത് കാരണമായി വരുന്നു. കുട്ടിയാണെങ്കിൽ പഠിക്കുന്നതിൽ സംസാരം വൈകി സംസാരിക്കുന്നത്, ഇതെല്ലാം കുട്ടിക്ക് പഠന വൈകല്യം ഉണ്ടെന്ന് നമുക്ക് നേരത്തെ കണ്ടുപിടിക്കാൻ സാധിക്കും. പഠനം ഉള്ള വൈകല്യമുള്ള കുട്ടികളെ നമ്മളാണെങ്കിൽ ഒരു നല്ലൊരു വിദഗ്ധ ഡോക്ടറുടെ സേവനം പ്രയോജനപ്പെടുത്തി അവർ നല്ലൊരു ട്രീറ്റ്മെന്റ് ചെയ്തു കഴിഞ്ഞാൽ കുട്ടിയുടെ പ്രശ്നം നമുക്ക് പരിഹരിക്കാൻ സാധിക്കും. കുട്ടിക്ക് പഠന വൈകല്യം ഉണ്ടെന്ന് കണ്ടെത്തിയാൽ കുട്ടിയെ ആത്മവിശ്വാസക്കുറവ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അത് നമുക്ക് കുടുംബാംഗങ്ങളും അധ്യാപകരും സുഹൃത്തുക്കളും രക്ഷിതാക്കളും ചേർന്ന് അവർക്ക് നല്ലൊരു സപ്പോർട്ട് കൊടുക്കണം. പിന്നെ അല്ലെങ്കിൽ കൗൺസിലിംഗ് ഫലപ്രദമാണ്. പ്രത്യേക പരിശീലനം ഉള്ളവരുടെ സഹായത്തോടെ നമുക്ക് ഇവരുടെ ഇത് മാറ്റിയെടുക്കാൻ സാധിക്കും. പിന്നെ ബ്രെയിൻ ജീൻ പോലുള്ള വ്യായാമങ്ങൾ ചെയ്യുന്നത്, ഓക്യുപേഷൻ തെറാപ്പി, സൈക്കോ എഡ്യൂക്കേഷൻ തെറാപ്പി, ഇതിൽ കൂടെയൊക്കെ നമുക്കാണെങ്കിൽ കുട്ടിയെ ഇതിൽ നിന്ന് മാറ്റിയെടുക്കാൻ, ലേണിംഗ് ഡിസബിലിറ്റിയിൽ നിന്ന് മാറ്റിയെടുക്കുവാൻ സാധിക്കും. താങ്ക് യു മാം. കഴിഞ്ഞോടാ. ഓക്കെ, താങ്ക് യു. നന്നായിട്ട് എടുത്തോട്ടോ. അപ്പൊ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് ചിൽഡ്രൻസ് വിത്ത് സ്പെഷ്യൽ ഫിസിക്കൽ ഡിസബിലിറ്റീസ് അല്ലേ എടുക്കേണ്ടത്? ഓക്കെ, നമ്മള് 1 മിനിറ്റ് ഷെയർ ചെയ്തിട്ടില്ല അല്ലെ?
There are children with various types of physical handicap. Different types of physical disabilities ഉള്ള കുട്ടികൾ കാണാറുണ്ട്. Some of physical abnormalities are congenital or the result of fatal disease. നമ്മള് പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് cognitive issues കാരണം ഈ ഒരു ഡിസബിലിറ്റീസ് സംഭവിക്കാം. അല്ലെങ്കിൽ നമുക്ക് ആ ഒരു പ്രഗ്നൻസിയുടെ സമയത്ത് എന്തെങ്കിലും അസുഖങ്ങൾ വന്നു, ഇപ്പൊ മീസിൽസ് പോലുള്ള അസുഖങ്ങൾ വരാണെങ്കിൽ കുട്ടിക്ക് ഫിസിക്കൽ ഡിസബിലിറ്റീസ് കാണാറുണ്ട്. These can also occur due to nutritional deficiency or accident. Nutrition deficiencies കാരണം, accident കാരണം ഈ physical disabilities സംഭവിക്കാം. Okay. These types of disability affect the different parts of the body. നമ്മുടെ different parts of the ബോഡിക്ക് ആയിരിക്കും ഇത് അഫക്ട് ചെയ്യുന്നത്. നമുക്ക് സെയിം ടൈപ്പ് ഓഫ് ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ എല്ലാവർക്കും ഒരേപോലെ എല്ലായിരിക്കും ഇത് അഫക്ട് ചെയ്യുന്നത്. സോ ദേ അഫക്ട് ദ നോർമൽ ലൈഫ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ. ഒരു വ്യക്തിയുടെ നോർമൽ ലൈഫിനെ അത് അഫക്ട് ചെയ്യും. സപ്പോസ് നമ്മൾ എല്ലാവരും ഭാഗ്യം ചെയ്തവരെ, കാരണം നമ്മളുടെ ഇൻഡിവിജ്വൽ ആയിട്ട് ഓരോ കാര്യങ്ങളും നമുക്ക് സ്വയം ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. സോ നമ്മളൊക്കെ ലക്കിയാണ്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ചു, ഒരു വ്യക്തിക്ക് സ്വയം ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നില്ല, അപ്പൊ അവന്റെ ലൈഫ് ഫുൾ ഡിപ്പെൻഡ് ടു സംവൺ, ഒരു വ്യക്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും. അതേപോലെ ഫിസിക്കൽ ഡിസബിലിറ്റീസ് ഉള്ള കുട്ടികൾ അല്ലെങ്കിൽ വ്യക്തികളെ നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് but they accept from the society is a sympathetic and helpful and supportive response. എപ്പോഴും ഒരു സിമ്പത്തറ്റിക്, ഹെൽപ്ഫുൾ, സപ്പോർട്ടീവ് റെസ്പോൺസ് ആണ് ഈ കുട്ടികൾ പ്രതീക്ഷിക്കുന്നത്. ടീച്ചേഴ്സ് ആൻഡ് ദ ഹോൾ എഡ്യൂക്കേഷൻ ഹാവ് ടു ഗെറ്റ് their mental state and accept essential steps for responding to their needs favorably. അപ്പൊ നമ്മുടെ ടീച്ചേഴ്സും നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റവും അവരുടെ മെന്റൽ സ്റ്റേറ്റ്സിനെ കുറിച്ച് നമ്മൾ കോൺഷ്യസ് ആയിരിക്കണം. അതേപോലെ അവർക്ക് എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ, അവർക്ക് ഒരു കാര്യം ചെയ്യാൻ അല്ലെങ്കിൽ അവരുടെ ഫേവറിന് വേണ്ട കാര്യങ്ങൾ നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കണം. All children with physical and deformities or handicap do not require the same type of treatment. അപ്പം എല്ലാ ഫിസിക്കലി ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്കും അല്ലെങ്കിൽ എസ്പെഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്കും സെയിം ടൈപ്പ് ഓഫ് കോമ്പൻസേറ്ററി എഡ്യൂക്കേഷൻ ആയിരിക്കില്ല വേണ്ടത്. സോ അവരുടെ നീഡ്സും അക്കോർഡിങ്സും അനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ് ആയിരിക്കണം നമ്മൾ പ്രൊവൈഡ് ചെയ്യാനായിട്ട്. ഞാൻ എന്റെ ഫ്രണ്ടിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അന്ന് അവൾ ആ ഒരു ഫിസിക്കൽ ഡിസബിലിറ്റീസ് കാരണം അവൾ ആ അവരുടെ ഫ്രണ്ട്സ് എല്ലാവരും അങ്ങനെ കളിയാക്കി എന്ന് പറഞ്ഞ് വീട്ടിലിരുന്നിരുന്നെങ്കിൽ ഒരിക്കലും അവൾ ഇന്ന് നിൽക്കുന്ന ആ ഒരു ലെവലിലേക്ക് അവൾക്ക് ഉയരാനായിട്ട് അല്ലെങ്കിൽ എത്തിപ്പിടിക്കാനായിട്ട് സാധിക്കില്ല. സോ എന്താണ് ഈ ഫിസിക്കൽ ഡിസബിലിറ്റീസ് ഉള്ള വ്യക്തികളോട് നമ്മൾക്ക് വേണ്ട ഒരു സിമ്പത്തറ്റിക് അല്ലെങ്കിൽ ഒരു എംപത്തറ്റിക് മൈൻഡാണ്, എംപതിയാണ് വേണ്ടത്. ഓക്കെ, ഫിസിക്കൽ ഡിസബിലിറ്റീസിന് നമ്മൾ പറയുന്ന മറ്റൊരു പേരാണ് ലോക്കോമോട്ടോർ ഡിസബിലിറ്റി. ഇന്നബിലിറ്റി ടു മൂവ്, നമുക്ക് മൂവ് ചെയ്യാനുള്ള എബിലിറ്റി കുറവ്. ഇന്നബിലിറ്റി ടു മൂവ് ദ ബോഡി പാർട്സ് ഫ്രീലി, ബോഡി പാർട്സ് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാനായിട്ട് പറ്റാത്തൊരവസ്ഥ. ഡ്യൂ ടു ഇഞ്ചുറീസ് ആവാം, ആക്സിഡന്റ് ആകാം, ഇവർക്ക് ഈ ഒരു ഡിസബിലിറ്റി സംഭവിക്കാം. ഇനി അറ്റൻഷൻ ആണ്. അറ്റൻഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് വേണ്ടത് നമ്മളുടെ ഒരു സിമ്പത്തറ്റിക്, ഒരു എംപത്തറ്റിക് മൈൻഡ് ആണ്. അവർക്ക് വേണ്ട മെറ്റീരിയൽസ്, ചില ഓരോ വ്യക്തികൾക്കും ഫിസിക്കൽ ഡിസബിലിറ്റീസിന്റെ ആ ഒരു വ്യാപ്തി അനുസരിച്ച് അവർക്ക് എയ്ഡ്സുകൾ വേണം, യൂസ് ടു എയ്ഡ്സ്, അവർക്ക് വേണ്ട മെറ്റീരിയൽസ് ആയിരിക്കും. ചിലപ്പോൾ ചില കുട്ടികൾക്ക് വീൽ ചെയർ ആവശ്യം വരും, വോക്കേഴ്സ് വേണ്ട വരും. അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. റീസൺസ് പറയുന്നത് ഫിസിക്കൽ ഡിസബിലിറ്റിയുടെ റീസൺസ് കോമൺലി വരുന്നത് പോളിയോമൈലൈറ്റിസ് പോലുള്ള അസുഖങ്ങൾ വരികയാണെങ്കിൽ പെർമനന്റ് ആയിട്ട് ഡിസബിലിറ്റീസ് സംഭവിക്കും. അതേപോലെ തന്നെ നമ്മുടെ ബർത്തിന്റെ സമയത്ത് എന്തെങ്കിലും അസുഖങ്ങൾ വരാണ്, ഇൻഫെക്ഷൻ കാര്യങ്ങൾ വരാണ്, സ്പൈനൽ കോഡ് ഇഞ്ചുറീസ് വരാണ്, പിന്നെ എന്താ പറയാ മസിൽ റിലേറ്റഡ് എന്തെങ്കിലും അസുഖങ്ങൾ, TB വരാണ്. ഇങ്ങനെ വരുന്നതിലൂടെ ലോക്കോമോട്ടോർ ഡിസബിലിറ്റീസ് സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. ആക്സിഡൻസ്, റോഡ്, വാട്ടർ, എയർ ആക്സിഡൻസ്, ഇൻഡസ്ട്രിയൽ ആക്സിഡന്റ്. ഇൻഡസ്ട്രിയൽ ആക്സിഡൻസിനാണ് നമ്മൾ ഏത് പറഞ്ഞത്, ഭോപ്പാൽ ദുരന്തത്തെ കുറിച്ച് പറഞ്ഞത്. അങ്ങനെയുള്ള ആക്സിഡൻസ് ഒക്കെ വരുമ്പോഴും എന്താണ് ഈ ഡിസബിലിറ്റീസ് സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇനി നമ്മളുടെ ക്ലാസ്സിൽ ഒരു ഡിസബിലിറ്റി ഉള്ള ഒരു കുട്ടി ജോയിൻ ചെയ്യാണെന്ന് അറിയുമ്പോൾ നമുക്ക് അവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന എന്താണ്, അവർക്ക് വേണ്ട സ്പെഷ്യൽ അറേഞ്ച്മെന്റ്സ് കൊടുക്കാം. നമ്മൾ സ്പെഷ്യലി ഏബിൾഡ് ആയിട്ട് തന്നെ അവരെ ട്രീറ്റ് ചെയ്യാം. സോ അവർക്ക് വേണ്ട അറേഞ്ച്മെന്റ്സും കാര്യങ്ങളും നമ്മൾ പ്രൊവൈഡ് ചെയ്യാണ് വേണ്ടത്.
സോ ചിലപ്പോൾ അവർക്ക് വീൽ ചെയർ യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ടാവും. അപ്പൊ ആ വീൽ ചെയറിന് വേണ്ട ഫെസിലിറ്റീസും കാര്യങ്ങളും അറേഞ്ച് ചെയ്ത് കൊടുക്കുക. അപ്പൊ അവർക്ക് നമ്മളെ കൊണ്ട് എന്താണോ അവർ ചെയ്യാൻ പറ്റുക, ഒരു ഹെൽപ്ഫുൾ സിമ്പതി എമ്പതി നമ്മൾ സപ്പോർട്ട് കൊടുക്കാനായിട്ട് ശ്രമിക്കാം. നമ്മളത് നമ്മുടെ കുട്ടികളിലും പ്രായോഗികമാക്കാനായിട്ട് ശ്രമിക്കുകയാണ് വേണ്ടത്. ഓക്കെ, ചിൽഡ്രൻസ് വിത്ത് ഫിസിക്കൽ ഡിസബിലിറ്റീസ് എന്ന് പറയുമ്പോൾ ഫിസിക്കലി സ്പെഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് നമ്മൾ കൊടുക്കേണ്ട ട്രീറ്റ്മെന്റിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ പറഞ്ഞത്. ഒന്ന് റീഡ് ചെയ്ത് നോക്കൂ. റീഡ് ചെയ്തോ? ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് മെന്റലി റിട്രൈൻഡ് ചിൽഡ്രൻസിനെ കുറിച്ചിട്ടാണ്. മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികൾ. മാം ഒരു കാര്യം, ഇപ്പൊ ഈ സ്പെഷ്യൽ കിഡ്സ് ഇപ്പൊ നോർമൽ സ്കൂളിൽ ആക്സെപ്റ്റ് ചെയ്യുന്നത്, അവർക്ക് ആദ്യമൊക്കെ സ്പെഷ്യൽ സ്കൂളുകളല്ലായിരുന്നു, ഇപ്പം നോർമൽ സ്കൂളിൽ അഡ്മിഷൻ എടുക്കുന്ന അങ്ങനെയുണ്ടോ ഇപ്പം? ഇപ്പോ അങ്ങനെ ഉണ്ട്. ചില കുട്ടികൾ സ്പെഷ്യൽ ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികൾ ചില സ്കൂളുകളിൽ വരുന്നുണ്ട്. ഇപ്പൊ ഗവൺമെന്റ് സ്കൂളിലൊക്കെ ആണെങ്കിൽ അവർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. മോള് ഇങ്ങനെ പറഞ്ഞായിരുന്നു, മോളുടെ ക്ലാസ്സിൽ ഇങ്ങനെ ഒരു സ്പെഷ്യൽ കിഡ് എന്ന് പറഞ്ഞായിരുന്നു. അതെ ഞാൻ ചോദിച്ചത്. അത് ഇങ്ങനെ ഇപ്പൊ മിക്സ് ആയിട്ട് ഇപ്പൊ അങ്ങനെ എന്തെങ്കിലും റൂൾ ഇറങ്ങിയിട്ടുണ്ടോ ഗവൺമെന്റ്? അങ്ങനെ ഉണ്ട്. ആണോ? അതിൽ ഇപ്പോഴുള്ള റൂളല്ല, പണ്ട് മുതലേ ഉള്ള റൂളാണ്. ആണോ? ഓക്കെ. കാരണം നമ്മുടെ ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് അങ്ങനെ നമ്മുടെ ക്ലാസ്സിലൊന്നും അങ്ങനെ അവർക്ക് വേണ്ടി സ്പെഷ്യൽ സ്കൂളുകളല്ലേ ഉണ്ടായിരുന്നത്. അത് ഞാൻ ചോദിച്ചത്. സ്കൂളൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ സ്കൂളുകളിലും സാധാരണയായിട്ട് വരുന്നുണ്ട്. ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾക്കൊരു അങ്ങനെ ഒരു ക്ലാസ് റൂം തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ ക്ലാസ് റൂം ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ അവർക്ക് ട്രെയിൻ ചെയ്യാനായിട്ട് സ്പെഷ്യലായിട്ട് ട്രെയിനിങ് കിട്ടിയ ഒരു ടീച്ചർ ഉണ്ടായിരുന്നു. നേഴ്സിംഗ് അസിസ്റ്റന്റ് ഉണ്ടായിരുന്നു ഞങ്ങളുടെ സ്കൂളിൽ. പിന്നെ അസിസ്റ്റൻസ് ഉണ്ടായിരുന്നു, ടേക്ക് കെയർ ചെയ്യാൻ വേണ്ടിയിട്ട്, കുട്ടികളെ നോക്കാൻ വേണ്ടിയിട്ട് ടേക്ക് കെയർ ചെയ്യാനും അവരുടെ നേഴ്സും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സപ്പോർട്ടീവ് സ്റ്റാഫും കൂടി ഉണ്ടായിരുന്നു. നല്ല ഓർമ്മയുണ്ട്. നോർമൽ സ്കൂളിൽ അപ്പം ഇങ്ങനെ സ്പെഷ്യൽ കിഡ്സ് തന്നെ എടുക്കണം എന്നുണ്ടെന്നാണ് അല്ലയോ? മീൻസ് അവർക്ക് സീറ്റ് ഉണ്ട്? അവർക്ക് ഉണ്ട്. മോനെ കുട്ടി എവിടെ പഠിക്കുന്നേ? മോള് ഇവിടെ നാലഞ്ചിറ സർവോദയ വിദ്യാലയം. നമ്മള് ഡിസ്ക്രിമിനേഷൻ പണ്ട് നമ്മൾ അങ്ങനെ ചേർത്തില്ല അങ്ങനെയൊക്കെ പറയുമായിരുന്നു മാനേജ്മെന്റ് സ്കൂളുകൾ. ഇന്നത്തെ ഡിസ്ക്രിമിനേഷൻ വളരെ കുറവാണ്. ഓക്കെ. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി നോക്കുന്നത് മെന്റലി റിട്രൈൻഡ് ചിൽഡ്രൻസിനെ കുറിച്ചിട്ടാണ്. നിങ്ങൾ ഡോക്ടർ മരിയ മോണ്ടിസോറിനെ കുറിച്ചിട്ട് ജിഷാൻസ് പറയാറുണ്ടോ? ഇല്ലേ, മിസ് എപ്പോഴും പറയുന്നതാണല്ലോ. ഓക്കെ, മോണ്ടിസോറി എങ്ങനെയാണ് ഈ എഡ്യൂക്കേഷൻ ഫീൽഡിലേക്ക് വന്നതെന്ന് പറഞ്ഞു തന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. ഫസ്റ്റ് ഇങ്ങനെ ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറഞ്ഞിരുന്നു, അല്ലാതെ ഇങ്ങനെ. അപ്പോ നമ്മുടെ ഡോക്ടർ മരിയ മോണ്ടിസോറി ആ പേരിൽ നിന്ന് അറിയാം, ഫിസിഷ്യൻ ആണ്. മോണ്ടിസോറി ഫിസിഷ്യൻ ആയിട്ടാണ് കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ ഒരു ടൈമില് ഫിസിഷ്യൻ ആയിട്ട് എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഫിസിഷ്യൻ ആവാന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ടാസ്ക് ആണ്. മോണ്ടിസോറി പാസ് ഔട്ട് ആവുമ്പോൾ മോണ്ടിസോറി കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ആദ്യത്തെ വുമൺ ഫിസിഷ്യൻ ആയിട്ട് പാസ് ഔട്ട് ആവുന്ന വ്യക്തി. സോ മോണ്ടിസോറി ഈ
ഫിസിഷ്യനായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് കുറച്ച് മെന്റലി റീറ്റെയിൻഡ് ആയിട്ടുള്ള കുട്ടികളെ ട്രീറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നു. അവരെ ഹാൻഡിൽ ചെയ്യേണ്ടതായിട്ട് വന്നു. ആ സമയത്ത് മോണ്ടിസോറി അവരെ ഒബ്സർവ് ചെയ്തു. അവർക്ക് എന്തുകൊണ്ടാണ് അവർക്ക് ഇങ്ങനെ ഒരു പ്രശ്നം സംഭവിക്കുന്നത്, മെന്റലി റിട്രെയിൻഡ് ആവുന്നത്, അല്ലെങ്കിൽ മാനസിക വെല്ലുവിളി നേരിടുന്നത് എന്നത് മോണ്ടിസോറി ഒബ്സർവ് ചെയ്തു. ആ ഒബ്സർവേഷൻ ആയിരുന്നു മോണ്ടിസോറി മനസ്സിലായ കാര്യം, അവർക്ക് സെൻസ് ചെയ്യാൻ പറ്റുന്നില്ല. അവർക്ക് ഓരോ കാര്യങ്ങളും എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, സെൻസ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അപ്പൊ അവർക്ക് വേണ്ടി കുറച്ച് സെൻസോറിയൽ മെറ്റീരിയൽസ് മോണ്ടിസോറി എന്ത് ചെയ്തു, പ്രിപ്പയർ ചെയ്തു. സെൻസോറിയൽ മെറ്റീരിയൽസ് നമ്മുടെ സെൻസോറിയൽ ആക്ടിവിറ്റീസ്, പ്രാക്ടിക്കൽ ആക്ടിവിറ്റീസ് ഉണ്ട്. അതിൽ വരുന്ന കുറച്ച് ബേസിക് ആയിട്ടുള്ള മെറ്റീരിയൽസ് സ്വയം പ്രിപ്പയർ ചെയ്തിട്ട് അത് ഈ കുട്ടികളെ കൊണ്ട് ട്രെയിൻ ചെയ്യിച്ചു. ആ കുട്ടികൾക്ക് ഹോൾഡ് ചെയ്യാനും അത് എന്ത് ചെയ്യാനായിട്ട് ടച്ച് ചെയ്ത് നോക്കാനും എക്സ്പീരിയൻസ് ചെയ്യാനും സൗണ്ട് സിലിണ്ടേഴ്സ്, സ്മെൽ സിലിണ്ടേഴ്സ്, ടച്ച് ടാബ്ലറ്റ്സ്, അങ്ങനെ കുറച്ച് സെൻസോറിയൽ മെറ്റീരിയൽസ് യൂസ് ചെയ്ത് ഈ കുട്ടികളെ ട്രെയിൻ ചെയ്തു. ഈ കുട്ടികളിൽ കുറച്ച് മാറ്റങ്ങൾ സംഭവിക്കുന്നത് മോണ്ടിസോറിക്ക് ഒബ്സർവ് ചെയ്തു. അപ്പൊ അങ്ങനെ വന്നപ്പോ എന്ത് ചെയ്തു, മോണ്ടിസോറി മനസ്സിലായി ഈ മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികൾക്ക് നമ്മുടെ മോണ്ടിസോറി മെറ്റീരിയൽസ് കുറച്ച് ഹെൽപ്ഫുൾ ആണ് എന്ന് മോണ്ടിസോറിക്ക് മനസ്സിലായി. അതിനുശേഷമാണ് നമ്മൾ നോർമൽ കുട്ടികൾക്ക് മോണ്ടിസോറി മെറ്റീരിയൽസ് കൊടുക്കാനായിട്ട് തുടങ്ങിയത്, അല്ലെങ്കിൽ അവരെ ട്രെയിൻ ചെയ്യിക്കാനായിട്ട് മോണ്ടിസോറി സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ ആദ്യം മോണ്ടിസോറി മെറ്റീരിയൽസ് പ്രിപ്പയർ ചെയ്യുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്, മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. അത് ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യത്തെ ടൈമില് നമ്മുടെ സെൻസോറിയൽ മെറ്റീരിയൽസ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഇത് പിന്നീടാണ് ഓരോ മെറ്റീരിയൽസ് മോണ്ടിസോറി ആഡ് ചെയ്യുന്നത്. അപ്പോ the education of mentally retarded children is special problem. ശരിക്കും പറഞ്ഞാല് മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികളെ പഠിപ്പിക്കുക എന്ന് പറയുന്നത് വളരെ എന്താ പറയുക സ്പെഷ്യൽ ആയിട്ടുള്ള പ്രോബ്ലം ആണ്. സൊല്യൂഷൻ നീഡ് എ സർട്ടൻ എമൗണ്ട് ഓഫ് നോളജ്. ശരിക്കും പറഞ്ഞാൽ അവർക്ക് ഒരു സർട്ടൻ എമൗണ്ട് ഓഫ് നോളജ്, നമ്മൾ പറയുന്ന കാര്യം മനസ്സിലാക്കാനുള്ള നോളജ് എങ്കിലും അവർക്ക് വേണം. മെനി ഓഫ് ദം ആർ നോട്ട് കേപ്പബിൾ ഓഫ് ലേണിംഗ്. ആ കുട്ടികളെ ലേൺ ചെയ്യാനുള്ള ആ ഒരു കപ്പാസിറ്റി ഒട്ടും ഇല്ലാത്തതാണ്. അവരുടെ മെമ്മറി വളരെ കുറവാണ്. പവർ ഓഫ് ഡിറ്റർമിൻസ്, ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന രീതി അത് പോറാണ്. എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ്, ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കുന്നത് വളരെ പോറായിട്ടാണ്. Their memory and the power of determinants is poor. Their ability to understand and comprehend is also usually poor. ഇത്രയും കാര്യങ്ങൾ വളരെ പോറാണ്. Their creative growth remains arrested. അവരുടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഗ്രോത്ത് റിമൈൻസ് എങ്ങനെയാണ്, അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. മോണ്ടിസോറി എൻവയോൺമെന്റ്, നമ്മളുടെ മോണ്ടിസോറി എൻവയോൺമെന്റ് ആണ്, മോണ്ടിസോറി മെറ്റീരിയൽസ് ഈ കുട്ടികളെ വളരെയധികം നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. The Montessori environment and materials are of great help for these students. ഈ കുട്ടികൾക്ക് മോണ്ടിസോറി എൻവയോൺമെന്റും അതേപോലെ നമ്മുടെ മെറ്റീരിയൽസും ഒരു ഹെൽപ്ഫുൾ ആണ്. The teacher should with these students with good patience. മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികളെ നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത് നല്ല പേഷ്യൻസോട് കൂടിയാണ്. നല്ല ക്ഷമ വേണം. ക്ഷമയുള്ളവർ മാത്രം അങ്ങനെയുള്ള കുട്ടികളെ ട്രീറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. നമുക്ക് കാര്യം നോർമൽ കുട്ടികൾക്കാണെങ്കിൽ ഒരു കാര്യം 10 പ്രാവശ്യം പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ 11ാമത്തെ പ്രാവശ്യം മനസ്സിലാക്കിയിരിക്കും. പക്ഷേ നമ്മളുടെ കുട്ടികൾക്ക്, മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികൾക്ക് അത് മനസ്സിലാക്കാനുള്ള ഒരു എബിലിറ്റി ഇല്ല. സോ നമ്മൾ വീണ്ടും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ വീണ്ടും ചെയ്തുകൊണ്ടേ ഇരിക്കേണ്ടതായിട്ട് വരും. ഓക്കെ, എപ്പോഴൊക്കെയാണ് മാനസിക വെല്ലുവിളി കുട്ടികളിൽ വരുന്നത്? ഡിലേ ഇൻ ഡെവലപ്മെന്റിൽ ഡിലേ സംഭവിക്കുന്നു, നടക്കാനായിട്ട് പറ്റുന്നില്ല. അപ്പൊ അത് മനസ്സിലാക്കണം. അവർക്ക് ഡെവലപ്മെന്റ്, സാധാരണ നോർമൽ ആയിട്ടുള്ള കുട്ടികൾ ആ ഡെവലപ്മെന്റ് അറ്റൈൻ ചെയ്യുന്ന സമയത്ത് അവർക്ക് പറ്റുന്നില്ലെങ്കിൽ ചെറുപ്പത്തിൽ നമുക്ക് അവരെ മനസ്സിലാക്കാൻ പറ്റും. ബ്രെയിൻ ഇൻഫെക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള മെനിഞ്ചൈറ്റിസ് പോലുള്ള അസുഖങ്ങൾ ചെറുപ്പത്തിൽ വരുന്നവരാണെങ്കിൽ അവർക്ക് ഈ ഒരു പ്രോബ്ലം ഉണ്ടാവും. ഫിക്സ് വന്നിട്ടുണ്ട്, എപ്പിഡമിക്സ് വന്നിട്ടുണ്ടെങ്കിൽ, എപ്പിലെപ്സി വന്നിട്ടുള്ള കുട്ടികളാണ്, ചെറുപ്പത്തിലെ എപ്പിലെപ്സി വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു പ്രശ്നമുണ്ട്. മെനിഞ്ചൈറ്റിസ് ഇൻഫെക്ഷൻ വന്നിട്ടുണ്ട്, പിന്നെ ഓട്ടിസം ഉള്ള കുട്ടികള്, മൾട്ടിപ്പിൾ ഡിസബിലിറ്റീസ് ഉള്ള കുട്ടികള്, പിന്നെ ജനറ്റിക് ഡിസോർഡേഴ്സ്, ഡെലിവറിയുടെ സമയത്തുള്ള കോംപ്ലിക്കേഷൻസ്, ഇതെല്ലാം മാനസിക വെല്ലുവിളിക്ക് കാരണങ്ങളാണ്. സോ ഇനി എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയാം. ഞാൻ ചെറുപ്പത്തില് എന്റെ വീടിന്റെ അടുത്ത് ഒരു ഫാമിലിയില് ഇങ്ങനെയുള്ള ഒരു കുട്ടി ഉണ്ടായിരുന്നു, മാനസിക വെല്ലുവിളിയുള്ള ഒരു കുട്ടി ഉണ്ടായിരുന്നു. അവന്റെ ബ്രെയിൻ ഡെവലപ്മെന്റ് ഓക്കെ അല്ല എന്നുള്ളത് നമ്മൾ സ്കാനൊക്കെ ചെയ്യും. സ്കാനിന്റെ ടൈമിൽ ഡോക്ടർ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ
കുട്ടിക്ക് ഡെവലപ്മെന്റ് കുറച്ച് ഡിലേ ആണ്, അവന് പ്രോപ്പർ ആയിട്ടില്ല. അപ്പൊ അവര് ഡോക്ടർ പറഞ്ഞു അബോർഷൻ ചെയ്യാം എന്നുള്ള രീതിയിൽ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ ഒരു ഫാമിലി എന്ന് പറഞ്ഞാല് ക്രിസ്ത്യൻസ് ആണ്, അപ്പൊ അവർക്ക് അബോർഷൻ എന്ന് പറയുന്നത് പാപമാണ്. സോ അപ്പൊ അവര് പറഞ്ഞു അത് വേണ്ട, അബോർഷൻ വേണ്ട, എങ്ങനെയുള്ള കുട്ടിയായാലും ഞങ്ങള് ആ കുട്ടിയെ നല്ല രീതിയിൽ തന്നെ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് അവർ പ്രഗ്നൻസി ആയിട്ട് കണ്ടിന്യൂ ചെയ്തു. മൂത്ത കുട്ടിയാണ്. അപ്പൊ ഹസ്ബൻഡ് എന്ന് പറയുന്നത് അത്യാവശ്യം ഗവൺമെന്റ് എംപ്ലോയി ആണ്, വൈഫ് അതേപോലെ തന്നെ ടീച്ചറാണ്. അവര് മുന്നോട്ട് പോയി. ഡെലിവറി കഴിഞ്ഞു. ആദ്യമൊന്നും പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ സാധാരണ ഒരു 2 years 3 years കുട്ടികൾ നോർമലായിട്ട് സാധാരണ എങ്ങനെ റെസ്പോണ്ട് ചെയ്യണം, അതിന് റെസ്പോൺസ് വളരെ കുറവായിരുന്നു. പതിയെ പതിയെ ഈ കുട്ടിക്ക് മാനസിക വെല്ലുവിളിയാണെന്ന് ഫാമിലി മനസ്സിലാക്കി. അപ്പോ അതിനുശേഷം അവനെ വീട്ടിൽ തന്നെയായിരുന്നു ഫുൾ ടൈമും വീട്ടിന്റെ അകത്ത് തന്നെയാണ് വളർത്തിയത്. അപ്പോ അമ്മ ജോലി റിസൈൻ ചെയ്ത് അവന്റെ കൂടെ ഫുൾ ടൈം സ്പെൻഡ് ചെയ്തു. എനിക്കൊരു ചെറുപ്പത്തിൽ എന്ന് പറയുമ്പോൾ ഞാനൊരു 4th 5th പഠിക്കുന്ന സമയത്ത് അവന്റെ വീട്ടില് പെട്ടെന്ന് പകല് അതേപോലെ രാത്രിയൊക്കെ ഭയങ്കര അലർച്ചകൾ കേൾക്കും, ഭയങ്കരമായിട്ട് കരയുന്നത് കേൾക്കാൻ പറ്റും. അപ്പൊ ഞങ്ങളിങ്ങനെ കരയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കും. അപ്പൊ ആദ്യമൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് പേടിയാവുമായിരുന്നു. പിന്നെ അച്ഛൻ പറഞ്ഞു ഞാനൊരു മോൻ അവിടെ ഉണ്ട്, അവനെ വയ്യാത്തതുകൊണ്ടാണ് അവൻ അങ്ങനെ കരയുന്നത്, മോൾ പേടിക്കണ്ട എന്ന് പറഞ്ഞിട്ട് അച്ഛൻ പറഞ്ഞു. പിന്നെ അവന്റെ അനിയൻ ഞങ്ങളുടെ ഒപ്പം കളിക്കാനൊക്കെ വരും. അവനെ മാത്രം വിടില്ല, പാരന്റ്സ് പുറത്തേക്ക് വിടില്ല, കാരണം മറ്റു കുട്ടികളെ ഉപദ്രവിക്കുമോ എന്നുള്ളൊരു പേടി അവരുടെ മനസ്സിലുണ്ട്. സോ അങ്ങനെ വിടില്ല. അനിയനെ വിടും. അനിയൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളൊപ്പം നല്ല രീതിയിൽ കളിക്കാനൊക്കെ വരും. അവൻ നന്നായിട്ട് പഠിക്കുകയൊക്കെ ചെയ്യും. ഞാൻ ആർട്സ് ആണ്, കൊമേഴ്സ് മാലിന്യയിലാണ് പഠിച്ചത്. അവൻ എന്റെ ഓപ്പോസിറ്റ് കോളേജ് എഞ്ചിനീയറിംഗ് കോളേജിലാണ് അനിയൻ കൂട്ടാൻ പഠിച്ചത്. അവൻ ജോലിക്ക് ഇപ്പൊ ഞങ്ങള് കുറെ നാളെ കണ്ടിട്ട് വർക്കിംഗ് ഒക്കെയാണ്. അപ്പൊ ലാസ്റ്റ് ഇയർ കഴിഞ്ഞ വർഷം ഞാൻ ഒരു ഏപ്രിലൊക്കെ ആയ സമയത്ത് ഞാൻ എന്റെ വീട്ടിലേക്ക് ചെല്ലാണ്. ഞാൻ ഇവിടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വർക്ക് കഴിഞ്ഞിട്ട് നേരെ എന്റെ വീട്ടിലേക്ക് പോവായിരുന്നു. ഞാൻ അങ്ങനെ പോയപ്പോ എന്റെ ഫ്രണ്ടിൽ കൂടെ, ഞങ്ങൾ വീടിന്റെ അടുത്താണ് ഈ കുട്ടിയുടെ വീടെന്ന് പറഞ്ഞല്ലോ, ഫ്രണ്ടിൽ കൂടെ ഒരു വാൻ പോയി നിന്നു കേട്ടോ. വാൻ പോയി നിന്നിട്ട് വാനിന്ന് ഇറങ്ങി വരുന്നത് ഒരാളെ ഞാൻ കണ്ടു. പെട്ടെന്ന് ഞാൻ ശ്രദ്ധിച്ചു. അത് ഞാൻ കുറെ കാലമായി കണ്ടിട്ട്, വെള്ളപ്പിളൊക്കെ കണ്ടിട്ടുള്ളൂ. ഒരു പ്രാവശ്യം 2 പ്രാവശ്യം കണ്ടിട്ടുള്ളൂ. അപ്പൊ ഒന്ന് ബാഗൊക്കെ ഇട്ട് വലിയ ഒരാളാണ്, ഇവിടെ വയസ്സൊരു എന്റെ ഏജിനോട് അടുത്തുണ്ട്, ഒരു 20-29 വയസ്സിനോട് അടുത്തുണ്ട്, 29 വയസ്സൊന്നും ഉണ്ടാവും. അപ്പൊ അവൻ ബാഗൊക്കെ ഇട്ട് യൂണിഫോം ഒക്കെ ഇട്ട് അവന്റെ വീട്ടിലേക്ക് കയറി പോകുന്നു. അപ്പൊ എനിക്ക് കണ്ടപ്പോൾ വളരെ അത്ഭുതമായിട്ട് തോന്നി. കാരണം പണ്ട് വീട്ടിലൊരു ഭയങ്കര പ്രശ്നമായിരുന്ന ഒരു കുട്ടി ഇത്രയും കാമായിട്ട് വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഫ്രണ്ട്സിന് ടാറ്റോ എടുക്കുന്നു. ഫ്രണ്ട്സിന് ഞാൻ നോക്കി കഴിയുമ്പോൾ ഡിഫറെന്റ് ഏജിലെ കുട്ടികളാണ്. ചെറിയ കുട്ടികളുണ്ട്, വലിയ കുട്ടികളുണ്ട്, ഒത്തിരി ഏജിലായിട്ടുള്ളവരുണ്ട്. അവർ ടാറ്റയൊക്കെ കൊടുത്തിട്ട് അവരെന്ത് ചെയ്യുന്നു, ഈ കുട്ടി അകത്തോട്ട് കയറി പോകുന്നു. അപ്പൊ അത് കഴിഞ്ഞപ്പോൾ ഞാൻ അമ്മയിലെ കണ്ടു. അമ്മയിലെ കണ്ടിട്ട് ഞാൻ ചോദിച്ചു അവനിപ്പോ പഠിക്കാൻ പോകുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ അന്ന് തന്നെയാണ് ഞാൻ ഇറങ്ങുന്ന സമയത്ത് വീട്ടിൽ ഇറങ്ങുന്ന സമയത്ത് ഞാൻ ചോദിച്ചു അവൻ പഠിക്കാൻ പോയി തുടങ്ങിയോ ചോദിച്ചു. അപ്പൊ അങ്ങള് പറഞ്ഞു മോളെ അവൻ പഠിക്കാൻ പോയി തുടങ്ങി, പണ്ടത്തെ പോലെയല്ല, അവന് നല്ല മാറ്റമുണ്ട്, അവരിപ്പോ സ്വന്തം കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങി. അന്നേക്ക് ഭയങ്കര വിഷമമായിരുന്നു. കാരണം മൂത്ത ആൾ അങ്ങനെയാണ്, അവനെ അമ്മയുടെയും കാലം കഴിഞ്ഞ് ആര് നോക്കും, ഇളയാൾക്കും ബേർഡൻ ആവോ എന്നുള്ള വിഷമവും ഭയങ്കര ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോ അവന് മാറ്റമുണ്ട് മോളെ, അവൻ സ്വന്തമായിട്ട് ഇപ്പൊ ബട്ടൻസ് ചെയ്യുന്നുണ്ട്, ഷൂലേസ് കിട്ടുന്നുണ്ട്, പിന്നെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ ഇത് സ്ട്രൈക്ക് ചെയ്തു. ഇങ്ങനെ ചോദിച്ചു അവരെങ്ങനെയാ പഠിപ്പിക്കുന്നത് അവിടെ എന്ന് ചോദിച്ചു. അപ്പൊ മോളെ മെറ്റീരിയൽസ് കുറെ മെറ്റീരിയൽസ് ഒക്കെ വെച്ചിട്ടാണ് അവർ ട്രെയിൻ ചെയ്യിക്കുന്നത്, അത് നല്ല രീതിയിൽ അവനെ എഫക്ട് ചെയ്യുന്നുണ്ടെന്ന് ചോദിച്ചു. പറഞ്ഞു ഞാൻ പറഞ്ഞു മെറ്റീരിയൽസോ എന്താണെന്ന് ചോദിച്ചു. അപ്പൊ നിങ്ങളിനെ വ്യക്തമായിട്ട് അറിയില്ല. പറഞ്ഞു വന്നപ്പോ അവിടെ എന്താണ് നമ്മുടെ മോണ്ടിസോറി മെത്തേഡാണ് ഫോളോ ചെയ്യുന്നത്. നമ്മളുടെ മെറ്റീരിയൽസ് യൂസ് ചെയ്താണ് ആ കുട്ടികളെ പഠിപ്പിക്കുന്നത്. അപ്പൊ എനിക്ക് ഓൾറെഡി മോണ്ടിസോറി മെത്തേഡിനോട് വളരെ ഇഷ്ടമുണ്ട്. അന്ന് എനിക്കറിയുന്നത് നോർമൽ കുട്ടികളിലും നല്ല രീതിയിൽ എഫക്റ്റീവ് ആയിട്ട് മാറ്റും. പക്ഷെ ഇവനിൽ ഇങ്ങനെ മാറ്റം കൊണ്ടു എനിക്കൊരു റിയൽ എക്സ്പീരിയൻസ് എന്റെ ലൈഫിൽ വന്നു. പ്രത്യേക ഒരു ഇഷ്ടം ഈ ഒരു മെത്തേഡിനോട് എനിക്ക് തോന്നി. എന്നുവെച്ചാല് അവൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും എന്താ പറയാ ടെറർ നോട്ടിന്നല്ല പറയാം, ഭയങ്കര വയലന്റ് ആയിരുന്നു ആ കുട്ടി ആ ഒരു ഏജുകളില്. അപ്പൊ അതെല്ലാം മാറി അവൻ കാഷ്വലി നമ്മളെയൊക്കെ പോലെ സംസാരിക്കുന്നു, അവൻ മറ്റുള്ളവരോട് പെരുമാറുന്നത് കാണുമ്പോൾ അവൻ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് നമ്മുടെ മെത്തേഡിനോട് പ്രത്യേക ഇഷ്ടം തോന്നി. കാരണം ഒരു വ്യക്തിയുടെ ലൈഫിൽ അത്രയും ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റും. കാരണം അവന് ചെറുപ്പം മുതലേ ഞങ്ങൾക്ക് അറിയാം അത്രയും വയലന്റ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ്. അപ്പൊ നമ്മൾ പറഞ്ഞത് ട്രീറ്റ്മെന്റ് ഇപ്പോ
വളരെ അവിടെ നിന്നാണ് മെഡിസിൻസ് ഒക്കെ കൊടുക്കുന്നത്. പണ്ട് കഴിച്ചിരുന്ന അത്രയും പോലും മെഡിസിൻസ് ഒന്നും അവരിപ്പോ കഴിക്കുന്നില്ല. അവൻ ഉറങ്ങുന്നുണ്ട് മോളെ, നന്നായിട്ട് ഇപ്പൊ ഉറങ്ങിയൊക്കെ ചെയ്യും, രാത്രി പണ്ടത്തെ പോലത്തെ ബഹളമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞെങ്കിൽ ഭയങ്കര സന്തോഷമായി. കാരണം ഈ ഒരു മെത്തേഡ് ആ ഒരു കുട്ടിയുടെ ലൈഫിൽ അത്രയും ചേഞ്ചസ് വരുത്താനായിട്ട് ഹെൽപ്പ് ചെയ്തു. അപ്പൊ മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികൾ എന്ന് പറയുമ്പോൾ അവർക്ക് ഏജ് ഉണ്ടാവും. ഞാനിപ്പോ പറഞ്ഞ കുട്ടിക്ക് എന്റെ ഏജ് ആണ് 28, എന്നേക്കാൾ 1 വയസ്സ് മൂത്തതാണ്. അപ്പൊ എന്താണ് അവന് ഏജ് ഉണ്ട്, പക്ഷെ അവന്റെ മനസ്സ് ഇപ്പോഴും എത്ര തന്നെയാണ്, ഒരു 3 വയസ്സുള്ള ഒരു കുഞ്ഞു കുട്ടിയുടെ മനസ്സാണ്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയുള്ള കുട്ടികളെയാണ് ഹാൻഡിൽ ചെയ്യുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ നോർമൽ കുട്ടികളായിരിക്കും, ചിലപ്പോൾ സ്പെഷ്യൽ കുട്ടികളായിരിക്കും, ചിലപ്പോൾ മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികളായിരിക്കും നിങ്ങൾക്ക് ട്രെയിൻ ചെയ്യും. നമ്മുടെ അടുത്തേക്ക് വരുന്ന കുട്ടികൾ ഡിഫറെന്റ് അവരുടെ കഴിവുകളോ അല്ലെങ്കിൽ ഡിസബിലിറ്റി സ്പെഷ്യാലിറ്റീസ് ഒന്നും നമുക്ക് അറിയില്ല. സോ നമ്മുടെ അടുത്തേക്ക് വരുന്ന കുട്ടികളെ എല്ലാവരെയും ഒരേപോലെ തന്നെ നമ്മൾ ട്രീറ്റ് ചെയ്യാം. മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികൾ നമ്മളെ കാണുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു സെക്കൻഡ് മദർ ആയിട്ടായിരിക്കും. അപ്പോ നമ്മളവരെ കാണുന്ന സെക്കൻഡ് അവരെ അമ്മ കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ആയിരിക്കും അവർ കൂടുതലും ഡിപ്പെൻഡ് ചെയ്യുന്നത്. ചിലപ്പോൾ പെട്ടെന്ന് വന്ന് ഹഗ് ചെയ്യും, സ്നേഹത്തോടെ വന്ന് ഇറുക്കി പിടിക്കും, അതൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പോ നമുക്ക് അവർ നല്ല രീതിയിൽ ആ ഒരു 3 വയസ്സുള്ള ഒരു കുട്ടിയുടെ മനസ്സാണ് അവരെന്ന് മനസ്സിലാക്കി അവരോട് നല്ല പേഷ്യൻസോട് കൂടി വേണം നിങ്ങൾ എല്ലാവരും പെരുമാറാൻ. ഓക്കെ, അങ്ങനെയുള്ള കുട്ടികളെ നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യേണ്ടതായിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഭാഗ്യമാണ്. നമുക്ക് പേഷ്യൻസ് എന്തോരം ഉണ്ടെന്ന് മനസ്സിലാക്കാനുള്ള ഒരു അവസരം കൂടിയായിരിക്കും അത്. ഓക്കെ, അപ്പോ നമ്മുടെ മോണ്ടിസോറി മെറ്റീരിയൽസ് ഈ കുട്ടികൾക്ക് വളരെ എഫക്റ്റീവ് ആണ്. അപ്പോ അതെനിക്ക് വന്നത് അവരിലൂടെ കുറച്ചും കൂടി നന്നായിട്ട് മനസ്സിലാക്കി. കാരണം എനിക്ക് അത്രയും നാള് നോർമൽ കുട്ടികളെ പഠിപ്പിക്കാം ആ ഒരു മൈൻഡ് ആയിരുന്നുള്ളൂ. അപ്പോ സ്പെഷ്യലി എബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്കും ഈ ഒരു മെത്തേഡ് അല്ലെങ്കിൽ ഈ ഒരു എൻവയോൺമെന്റ് നല്ല രീതിയിൽ ഹെൽപ്ഫുൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോ അതൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് നമ്മളെ സംബന്ധിച്ച്. ഇനി മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികൾക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ ഇനി നോക്കാനായിട്ട് പോകുന്നത് കേട്ടോ. ഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി. ഇക്വാലിറ്റി നമ്മൾ പഠിക്കാനുള്ള, സാധാരണ പറയും എല്ലാവർക്കും പഠിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യണം. മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികൾക്ക് എഡ്യൂക്കേഷന് മാത്രമല്ല ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത്, അവർക്ക് ട്രീറ്റ്മെന്റ് നല്ല രീതിയിൽ പ്രൊവൈഡ് ചെയ്യാൻ ശ്രമിക്കണം. എ ഗ്രൂപ്പ് ഓഫ് മെന്റലി റിട്രെയിൻഡ് ചിൽഡ്രൻ may differ in their subsequent age. Some of them are older than others. ചിലപ്പോൾ ചില കുട്ടികൾ മുതിർന്നവരായിരിക്കും, ചിലവർ ചെറിയ കുട്ടികളായിരിക്കും. But they are to be grouped together so that to avail equal opportunity for education and treatment. ഇവരെല്ലാവരെയും ഒരുമിച്ച് ഗ്രൂപ്പ് ചെയ്തിരിക്കുന്നത് ഈക്വൽ ഓപ്പർച്യൂണിറ്റി ഫോർ എഡ്യൂക്കേഷൻ ആൻഡ് ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടാണ്. അവർ പ്രോപ്പർ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ട്രീറ്റ്മെന്റും കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. സോ നമ്മൾ അത് അവർക്ക് വേണ്ടി നല്ല രീതിയിൽ അത് പ്രൊവൈഡ് ചെയ്യണം. സോ ദേ ആർ ഗ്രോ ഫിസിക്കലി, ചിലപ്പോൾ അവർ ഫിസിക്കലി ഗ്രോ ആയിട്ടുണ്ടാവും, പക്ഷേ ദർ മെന്റൽ ഏജ് ഈസ് വെരി ലോ. നമ്മളുടെ കുട്ടികളുടെ 3 വയസ്സിന് താഴെയുള്ള ഒരു കുട്ടിയുടെ മനസ്സായിരിക്കും അവർക്ക് ഉണ്ടാവാം. അത് പെട്ടെന്ന് വന്ന് നമ്മൾ ഹഗ് ചെയ്യും. ചെറിയ കുട്ടികൾ എന്തൊക്കെയാണ് ചെയ്യുക അതെല്ലാം ഈ കുട്ടികൾ ചെയ്യുന്നു. അപ്പൊ അത്രയും പേഷ്യൻസോട് കൂടി മാത്രമേ അവരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ട്രീറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അവരെ ട്രെയിൻ ചെയ്യിക്കാനായിട്ട് പറ്റുള്ളൂ. സോ അത്രയും ക്ഷമയോടുകൂടി വേണം നമ്മൾ ആ കുട്ടികളെ ഹാൻഡിൽ ചെയ്യുന്നത്. ഓക്കെ, ദെൻ അപ്രോപ്രിയേറ്റ് ആക്ടിവിറ്റി. എല്ലാ കുട്ടികൾക്കും എല്ലാ ആക്ടിവിറ്റിയും ചെയ്യാനായിട്ട് പറ്റില്ല. അവരുടെ ആ ഒരു എന്താണ് എബിലിറ്റിയുടെ അനുസരിച്ച് അവർക്ക് ചെയ്യാൻ പറ്റുന്ന ആക്ടിവിറ്റീസ് നമുക്ക് സെലക്ട് ചെയ്ത് അവർക്ക് കൊടുക്കുകയാണ് വേണ്ടത്. ചിലപ്പോൾ ഒരു ആക്ടിവിറ്റി ഒരുപാട് നാൾ ചെയ്ത് കഴിയുമ്പോഴായിരിക്കും അവനത് കറക്റ്റ് ആവുന്നത്, ചെയ്യാൻ പറ്റുന്നത്. ദ മെന്റലി റിട്രെയിൻഡ് ചിൽഡ്രൻ ഷുഡ് ബി give suitable and proper physical and mental activities. Mentally retained ആയിട്ടുള്ള കുട്ടികൾക്ക് suitable ആയിട്ടുള്ള പ്രോപ്പർ ആയിട്ടുള്ള ഫിസിക്കൽ ആൻഡ് മെന്റൽ ആക്ടിവിറ്റി ആണ് നമ്മൾ കൊടുക്കേണ്ടത്. സോ ദാറ്റ് ദേ മേ ഫ്രീക്വന്റ്ലി ഗെറ്റ് ഓപ്പർച്യൂണിറ്റി ടു ആക്റ്റീവ് ആൻഡ് വിജിലന്റ്. അപ്പൊ നമ്മൾ ഫ്രീക്വന്റ്ലി അവർക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്താൽ മാത്രമാണ് അവർക്ക് ആക്റ്റീവും വിജിലന്റും ആയിട്ട് ഇരിക്കാനായിട്ട് സാധിക്കുന്നത്. അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ആയിരിക്കണം മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികൾക്ക് നമ്മൾ എഡ്യൂക്കേഷൻ മാത്രമല്ല പ്രൊവൈഡ് ചെയ്യേണ്ടത്, എന്തുകൂടി പ്രൊവൈഡ് ചെയ്യണം, ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യണം. സോ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു സ്പെഷ്യൽ ക്ലിനിക് അറേഞ്ച് ചെയ്യണം. ഞാൻ കുറച്ചും കൂടി നല്ല രീതിയിൽ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്തു കേട്ടോ. കാരണം ഞാൻ അവരുടെ ട്രീറ്റ്മെന്റിന്റെ കാര്യമൊക്കെ നമ്മളോട് ചോദിച്ചു. ഞങ്ങളുടെ പഞ്ചായത്തിന്റെ കീഴിലാണ് ഈ ഒരു സ്കൂൾ വരുന്നത്. അപ്പോൾ അവിടെ ട്രീറ്റ്മെന്റും കാര്യങ്ങളും ബുധനാഴ്ചകളിലാണ് അവർക്ക് ഡോക്ടറും അതേപോലെ തന്നെ സ്റ്റാഫൊക്കെ വരുന്നുണ്ട്. ട്രീറ്റ്മെന്റ് അവര് ഓരോ കാര്യങ്ങൾ പറയിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ
as these children need not only cognitive support but also medical treatment. Periodic special clinic may be organized. അപ്പോൾ നമുക്ക് ഈ കുട്ടികൾക്ക് കോഗ്നിറ്റീവ് സപ്പോർട്ട് മാത്രമല്ല കൊടുക്കേണ്ടത്, പ്ലസ് മെഡിക്കൽ ട്രീറ്റ്മെന്റും കൂടി മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പം പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇങ്ങനെയുള്ള കുട്ടികൾ നോർമൽ സ്കൂളിലാണ് വളരുന്നതെങ്കിൽ അവർക്ക് അവരെ തമാശ കാണിക്കാൻ അല്ലെങ്കിൽ അവരെ കളിയാക്കാനായിട്ട് മോശമായിട്ട് ചിത്രീകരിക്കാനൊക്കെ ആയിട്ട് കുറെ പേര് ശ്രമിക്കും. എന്റെ പരിചയത്തില് അല്ലെങ്കിൽ ഞാൻ പഠിച്ചിരുന്ന സമയത്ത് എന്നേക്കാൾ ഒരു സ്റ്റാൻഡേർഡ് മുകളിൽ ഒരു ചേട്ടനുണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും ചേട്ടനെ വരുൺ ചേട്ടൻ എന്ന് പറയുന്നത്, വരുൺ എന്ന പേര്, വരുൺ ചേട്ടൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ചേട്ടനെ എപ്പോഴും മറ്റു കുട്ടികൾ, ഇപ്പോൾ ചേട്ടനേക്കാൾ താഴ്ന്ന ഏജുള്ള കുട്ടികളായാലും മുതിർന്ന കുട്ടികൾ കുറച്ച് പേര് ഗ്യാങ് ചെയ്തിട്ട് കളിയാക്കിയൊക്കെ ചെയ്യും. ജസ്റ്റ് ആ ഒരു ചേട്ടന്റെ ബാക്കില് എന്ത് ചെയ്യും, കയറിൽ കുറെ കുപ്പികൾ കെട്ടിയിട്ട് ബാക്കിൽ കൊണ്ടുപോയി കെട്ടിയിട്ട് ആ ചേട്ടൻ ഓടാൻ പറയും. ചേട്ടൻ ഒന്നും അറിയില്ല. സോ ചേട്ടൻ എന്ത് ചെയ്യും, ഓടുകയൊക്കെ ചെയ്യും. അപ്പൊ അതിന് പുറകെ കുഞ്ഞുകുട്ടികൾ കുറെ പേര് ഓടും. അപ്പൊ അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അത് അവർ സൈക്കോളജിക്കലി അഫക്ട് ചെയ്യുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. കാരണം മറ്റുള്ളവർ കളിയാക്കാണ്, അവരുടെ ആ ഒരു അവസ്ഥേനെ മറ്റു കുട്ടികൾ കളിയാക്കാണ്. അങ്ങനെ വരുമ്പോ ഞാൻ എന്ത് ചെയ്യുന്ന പേഴ്സണലി ഞാൻ ചെന്നിട്ട് അച്ഛനോട് പറയും ഇങ്ങനെ. അപ്പൊ അച്ഛൻ വന്ന് അവർക്ക് നല്ല വഴക്ക് പറഞ്ഞു കൊടുക്കും. അപ്പൊ ഞങ്ങൾ ഫ്രണ്ട്സ് അങ്ങനെ ഒരു സിമ്പത്തറ്റിക് ആയിട്ടുള്ള രീതിയിലാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഇതേപോലെ തന്നെ ഈ ചേട്ടനോട് നല്ല സ്നേഹത്തോട് പെരുമാറുന്ന ചേട്ടന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞങ്ങളെക്കാൾ മുതിർന്ന ചേട്ടന്മാര് ഈ ചേട്ടന് ചിപ്സ് വാങ്ങിച്ചു കൊടുക്കും. ഈ ചേട്ടൻ എപ്പോഴും ഭയങ്കര വിശപ്പാണ്. അപ്പൊ ഈ ഒരു അസുഖം ഉള്ളതുകൊണ്ടാണെന്ന് അറിയില്ല, ഭയങ്കര വിശപ്പാണ്. എന്ത് കഴിച്ചാലും എന്താണ് വയറ് ഫുള്ളാവില്ല. അപ്പൊ നല്ല ആരോഗ്യം, ഭയങ്കര വണ്ണമൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ചിപ്സും കാര്യങ്ങളൊക്കെ വരും ചേട്ടന് വാങ്ങിച്ചു കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട്. അവർ പുറത്തൊക്കെ പോയി വരുമ്പോ ചോക്ലേറ്റ്, ചിപ്സ് ഒക്കെ വാങ്ങിച്ചു കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ സിമ്പത്തറ്റിക് ആയിട്ട് കാണുന്ന വ്യക്തികളുണ്ട്, ഇതേപോലെ കളിയാക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ളവരോട് നമ്മളൊരു എംപത്തറ്റിക് മൈൻഡാണ് കൊടുക്കേണ്ടത്. അവരുടെ ആ ഒരു പ്രശ്നം നമുക്ക് ആർക്ക് വേണമെങ്കിലും എപ്പോ വേണമെങ്കിലും സംഭവിക്കാം. നമ്മൾ അവരോട് നല്ലൊരു കെയറോട് കൂടി അവരെ ട്രീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഫീലിംഗ് ഓഫ് ബീങ് അവോയ്ഡ് as they are educated in normal school environment, children have a tendency to fall down. അങ്ങനെ നോർമൽ സ്കൂൾ എൻവയോൺമെന്റിലാണ്, നോർമൽ സ്കൂളിലാണ് കുട്ടികൾ വളരുന്നതെങ്കിൽ മറ്റു കുട്ടികൾക്ക് അവനെ കളിയാക്കാനും ഫുള്ളാക്കാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്. ലവ് ഡൗൺ, തമാശ കാണിക്കാനൊക്കെ ഉള്ള ചാൻസുകൾ ഉണ്ട്. ടീച്ചർ ഷുഡ് സീ ദിസ്. നിങ്ങൾ ഓരോരുത്തരും ഇതേപോലുള്ള കാര്യങ്ങൾ കാണുകയാണെങ്കിൽ ആൻഡ് അവോയ്ഡ് എനി സച്ച് അറ്റംപ്റ്റ്, അങ്ങനെയുള്ള അറ്റംപ്റ്റുകൾ അവോയ്ഡ് ചെയ്യാൻ. കാരണം നമ്മളുടെ കുട്ടികൾക്ക് ഫിസിക്കലി സൈക്കോളജിക്കലി അത് ബാഡ്ലി അവരെ എന്ത് ചെയ്യും, നല്ല രീതിയിൽ ബാഡ്ലി അത് അഫക്ട് ചെയ്യും, അഡ്വേഴ്സ്ലി അത് അഫക്ട് ചെയ്യാനായിട്ട് കാരണമാകും. സോ നമ്മുടെ ശ്രദ്ധയിൽ വരാണെങ്കിൽ നല്ല രീതിയിൽ ആ കുട്ടികളെ, ആ ചെയ്യുന്ന കുട്ടികളെ നല്ല രീതിയിൽ വാൺ ചെയ്യാന്ന് വെച്ചാൽ പാരന്റ്സിനെ വിളിച്ച് നല്ല രീതിയിൽ അത് പറഞ്ഞ് വാൺ ചെയ്യിക്കാണ് നമ്മൾ ചെയ്യേണ്ടത്. പാരന്റ്സിനെ വിളിക്കും, അവർ നല്ല രീതിയിൽ അത് വാൺ ചെയ്യണം. കാരണം ഒരു കാരണവശാൽ അങ്ങനെ മറ്റുള്ളവരെ ഫുള്ളാക്കാനുള്ള ടെൻഡൻസി ഈ കുട്ടികളിൽ കാണിക്കാൻ പറഞ്ഞു. അവർക്ക് ഡെവലപ്പ് ചെയ്യുന്നത് എന്താണ്, ഒരു സിമ്പത്തറ്റിക്, ഒരു എംപതിയാണ് നമ്മൾ അവർ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയുള്ള കുട്ടികളാണ് എന്ന് പറഞ്ഞ് മാറ്റി നിർത്താനും പാടില്ല. അവർ ഒരുമിച്ച് തന്നെ കൂടെ നിർത്തി അവർ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യാണ് വേണ്ടത്. ഓക്കെ, അപ്പോ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികളെയാണ്. കാരണം ഇവർക്ക് എന്ത് ടൈപ്പ് ഓഫ് ട്രീറ്റ്മെന്റ് കൊടുക്കണം, എങ്ങനെയുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കണം എന്നതിനെ കുറിച്ച് ഒരു ധാരണ ഉണ്ടാവില്ല. കാരണം സാധാരണ പറഞ്ഞു കൊടുക്കണമെങ്കിൽ അവർക്കൊരു ലിറ്റിൽ ആ ഒരു ലേണിംഗ് കേപ്പബിലിറ്റി കുറച്ചെങ്കിലും വേണം. ഈ കുട്ടികൾക്കാണെങ്കിൽ അത് വളരെ പുവർ ആയിരിക്കും. സോ നമ്മുടെ മോണ്ടിസോറി എൻവയോൺമെന്റ് ആൻഡ് മെറ്റീരിയൽസ് കുറച്ച് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഈ കുട്ടികളെ ഡെവലപ്പ് ചെയ്യാനായിട്ട്. ഇങ്ങനെയുള്ള കുട്ടികളെ ട്രീറ്റ് ചെയ്യണമെങ്കിൽ ടീച്ചേഴ്സിന് നല്ല പേഷ്യൻസ് വേണം. പേഷ്യൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങനെയുള്ള കുട്ടികളെ ട്രീറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, മെന്റലി റിട്ടേൺ ചിൽഡ്രൻസ് ഒന്ന് റീഡ് ചെയ്ത് നോക്കൂ. വേഗം ഒന്ന് റീഡ് ചെയ്യാം കേട്ടോ. ഫുള്ളായിട്ട് വായിച്ചോ?
ആ സബ് പോയിന്റുകളും വായിച്ചോ? മനസ്സിലായോ അത് ടോപ്പിക്? മെന്റൽ റിട്ടൻഷൻസിനെ കുറിച്ചിട്ട് ഓക്കെ. ഇനി വെൽഫെയർ സർവീസ് ഫോർ നോർമൽ ചിൽഡ്രൻ. Although special care is given to underperforming specially abled children, compensatory educational program have to be imagined for the normal children to require special care of their treatment. അപ്പോൾ അണ്ടർ പെർഫോമിംഗ് ആയിട്ടുള്ള സ്പെഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന എഡ്യൂക്കേഷൻ ആണ് കോമ്പൻസേറ്ററി എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഇതേപോലെ തന്നെയാണ് നോർമൽ കുട്ടികൾക്കും ഈ സ്പെഷ്യൽ കെയറും ട്രീറ്റ്മെന്റും വേണം. ആ ഒരു കെയറും ട്രീറ്റ്മെന്റും നമുക്ക് എങ്ങനെ പോസിബിൾ ആകും? ഇനി മോണ്ടിസോറി എഡ്യൂക്കേഷൻ ദിസ് ഈസ് ഫുൾഫിൽഡ് ത്രൂ ഇൻഡിവിജ്വൽ അറ്റൻഷൻ. നമ്മൾ ഓരോ കുട്ടികളെയും ഇൻഡിവിജ്വലി നമ്മൾ എന്ത് ചെയ്യണം? ടേക്ക് കെയർ ചെയ്യണം. അതിലൂടെ മാത്രമാണ് ഇൻഡിവിജ്വൽ അറ്റൻഷനിലൂടെ മാത്രമാണ് ഈ കുട്ടികളിൽ നമുക്ക് ഈ ഒരു വെൽഫെയർ, നോർമൽ കുട്ടികളുടെ വെൽഫെയർ നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട്, പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റുക. ഓക്കെ. നോർമൽ സ്കൂളിൽ സ്പെഷ്യൽ കിഡ്സ് ഉണ്ടെങ്കിൽ അവിടെ മോണ്ടസറി എൻവയോൺമെന്റ് മെറ്റീരിയൽസ് ആവശ്യമുള്ളതല്ലേ? അവർക്ക് എങ്ങനെയാ? പക്ഷേ ഇപ്പോ എല്ലാ സ്കൂളുകളിലും അങ്ങനെ ഉണ്ടാവാറില്ല. ചില സ്കൂളുകളിലുണ്ട്. ഇപ്പൊ അങ്ങനെ മെറ്റീരിയൽസ് ഉണ്ട്. ഇപ്പൊ നമുക്ക് തന്നെ ഇപ്പൊ പാരന്റ്സിനോട് പറയാം, നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് വർക്ക് ചെയ്യുന്ന സ്കൂളിൽ ഒരു സ്പെഷ്യൽ ഇപ്പൊ മെന്റലി റിട്ടേർഡ് ആയിട്ടുള്ള കുട്ടിയുണ്ട്, അല്ലെങ്കിൽ സ്പെഷ്യൽ കുട്ടികൾ ഉണ്ടെങ്കിൽ അവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നത് ഈ മെറ്റീരിയൽസ് യൂസ് ചെയ്യാനായിട്ട്. ചിലർക്ക് പല ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡിസബിലിറ്റീസ് ആയിരിക്കും നമുക്ക് പറയാൻ പറ്റും. ചിലപ്പോൾ ചില കുട്ടികൾക്ക് എഴുതാനായിട്ട് പ്രോപ്പർ ആയിട്ട് പറ്റുന്നില്ല, ബാക്കിയുള്ള കാര്യങ്ങൾ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. അപ്പൊ അവന് ഈ എഴുതാനായിട്ട് നമ്മുടെ ഈ ഫിംഗേഴ്സ് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം? ഡെവലപ്പ് ആവണം. ഫൈൻ മോട്ടോർ സ്കിൽസ് ഡെവലപ്പ് ആവണം. അതിന് പറ്റിയൊരു മെറ്റീരിയൽ നമുക്ക് സജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾക്ക് ഇപ്പൊ മെറ്റീരിയൽസിനെ കുറിച്ച് അറിയില്ല, നമ്മൾ പാർട്ട് 1 ആൻഡ് പാർട്ട് 2 കഴിയുമ്പോൾ മെറ്റീരിയൽസിനെ കുറിച്ച് നിങ്ങൾ വേണ്ടി പ്രാക്ടിക്കൽ ക്ലാസ്സും ലൈവ് ക്ലാസ്സും അപ്പൊ മെറ്റീരിയൽസിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി നന്നായിട്ട് ആ മെറ്റീരിയൽസിനെ കുറിച്ച് അറിയാനായിട്ട് സാധിക്കും. ഓക്കെ. നിങ്ങൾ എത്ര ആക്ടിവിറ്റി, ഏത് ആക്ടിവിറ്റി വരെയും ചെയ്തു? ഇപ്പൊ സെൻസ് ഓർഗൻസിന്റെ ചാർട്ടാണ് ചെയ്യുന്നത് അല്ലെ? ബീറ്റ് സ്റ്റെയർ ചെയ്തിട്ടില്ലല്ലോ. സാൻഡ് പേപ്പർ കൊണ്ട് എന്തോ കാര്യം പറഞ്ഞില്ലേ? സാൻഡ് പേപ്പർ ആൽഫബറ്റിൽ ടച്ച് ടാബ്ലെറ്റ്സിന്റെ കാര്യം പറഞ്ഞായിരുന്നു. ടച്ച് ടാബ്ലെറ്റ്സ്, പക്ഷെ അത് പിന്നെ ചെയ്യാന്ന് പറഞ്ഞു. ആൽഫബറ്റ് ചാർട്ടും നമ്പർ ചാർട്ടും ചെയ്തോ? അത് ചെയ്തു. ഇനി വരുന്നത് ബീറ്റ്സിന്റെ സ്റ്റെയർ ആണ് കേട്ടോ. ഒരു ഞാൻ ഷോ ചെയ്യാൻ നിങ്ങൾക്ക് ബീറ്റ് സ്റ്റെയർ എങ്ങനെ വരുന്നത്. ടച്ച് ടാബ്ലെറ്റ്സ് ചെയ്യണ്ടോ? അത് ചെയ്തു. അത് ടച്ച് ടാബ്ലെറ്റ്സ് നമുക്ക് കളക്ട് ചെയ്ത് ചെയ്യാനായിട്ട് ടൈം എടുക്കോളൂ. ഓക്കെ. ചെയ്തിട്ട് പ്രസന്റ് ചെയ്താൽ മതി. ഞാൻ ലേറ്റ് വരും. ഇത് ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ടിവിറ്റി ആണ് ബീറ്റ് സ്റ്റെയർ എന്ന് പറയും. മോണ്ടിസോറിയിൽ വരുന്ന ബീറ്റ് സ്റ്റെയർ. ഇതൊരു ഒരു കാർഡ്ബോർഡ് കട്ട് ചെയ്തെടുക്കുക. നിങ്ങൾ കാർഡ്ബോർഡ് കട്ട് ചെയ്തെടുത്തിട്ട് എന്ത് ചെയ്യാം?
അതിൽ ട്രയാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ട് ബീഡ്സ് അതിൽ ഫിറ്റ് ചെയ്യോ മൂവ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഫിറ്റ് ചെയ്യോ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതേപോലെ ബീഡ്സ് ചെയ്യാൻ പറ്റും. ഡിഫറെന്റ് കളേഴ്സിലുള്ള ബീഡ്സ് എടുക്കാൻ ശ്രമിക്കുക കേട്ടോ. റെഡ്, ഗ്രീൻ, പിങ്ക്, ഇതൊക്കെ ഡിഫറെന്റ് കളേഴ്സിലുള്ള ബീഡ്സ് ആണ്. അതേപോലെ തന്നെ നിങ്ങളും ഡിഫറെന്റ് കളേഴ്സിലുള്ള ബീഡ്സ് എടുക്കാനായിട്ട് ശ്രമിക്കുക. കാരണം നമുക്ക് ഇതിൽ കൗണ്ടിങ് പഠിപ്പിക്കാൻ പറ്റും കുട്ടികളെ കൊണ്ട്, അതേപോലെ കളറും പഠിപ്പിക്കാൻ പറ്റും. ഓക്കെ, കമ്പ്യൂട്ടറാണോ അത്? കാർഡ്ബോർഡിൽ പലരും ചെറിയ സ്ട്രിങ് പോലത്തെ കമ്പി ഉണ്ടാവില്ലേടാ, ചെറുത് ലൈറ്റ് ആയിട്ടുള്ള നൂൽക്കമ്പി. ഓക്കെ ഓക്കെ. ആ ഒരു സ്ട്രിങ് പോലത്തെ ആ ഒരു ഇത് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. കാർഡ്ബോർഡാണോ ഇത്? ഇത് വുഡൻ ആണ്. നമുക്ക് വുഡൻ അവൈലബിൾ അല്ലല്ലോ, എല്ലാവർക്കും വുഡൻ കിട്ടില്ല. അപ്പൊ നിങ്ങൾ കാർഡ്ബോർഡ് വെച്ച് ചെയ്താൽ മതി. അത്യാവശ്യം നല്ല കട്ടിയുള്ള കാർഡ്ബോർഡ്. പറഞ്ഞോടാ. കാർഡ്ബോർഡിലേക്ക് എങ്ങനെയാ ഇത് കമ്പി ഇതാക്കുന്നത്? കാർഡ്ബോർഡിലേക്ക് അത് ജസ്റ്റ് ഹോൾ ഇട്ടാൽ എടുക്കാൻ പറ്റുമല്ലോ, അത്ര അങ്ങനത്തെ കമ്പി കിട്ടുമല്ലോ. സ്ട്രിങ് പോലത്തെ കമ്പി ചെയ്യാൻ പറ്റും. ഒരു സിമ്പിൾ ആയിട്ടുള്ളത് ചിലപ്പോ നമുക്ക് ഹോൾ ഇടുന്നതാണെങ്കിൽ നമുക്ക് നല്ല സൂചി ഉണ്ടെങ്കിൽ സൂചി വെച്ചിട്ടായാലും നമുക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പൊ കമ്പി വേണ്ട, നൂല് കൊണ്ട് ചെയ്തൂടെ. കോമ്പസ് വെച്ചിട്ട് ഓട്ട ഉണ്ടാക്കിയാൽ ഹോള് ചെയ്യാൻ നമുക്ക് ഒരുപാട് ഐഡിയാസ് ഇല്ലേ. അങ്ങനെ ഹോൾ ഇടാം. ഹോൾ ഇടാൻ വേണ്ടി പഞ്ചിങ് മെഷീൻ എന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ട്. അത് ഭയങ്കര വെയിറ്റ് ആയിരിക്കും. അത് ഭയങ്കര വലിയ ഹോളോ? ഇതില് കോമ്പസ് പോലത്തെ ഒത്തിരി വലിയ ഹോളാകില്ല, ചെറിയ ഹോളാ. ഈ മുത്തിന്റെ വലിപ്പത്തിലുള്ളതേ ഉള്ളൂ. മുത്തിന്റെ വലിപ്പം വേണം. മുത്തിന്റെ വലിപ്പം മുത്തിന്റെ വലിപ്പം വേണ്ട, അതെ ഹോള് മതി. അത് പപ്പടം. നമുക്കിപ്പോ കമ്പി അല്ലെങ്കിൽ ആ സ്ട്രിങ് കിട്ടിയില്ലെങ്കിൽ നൂല്, നമുക്ക് അത്യാവശ്യം നല്ല വലിപ്പം അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു നൂല് ആയാലും കുഴപ്പമില്ല. ആ കാർഡ്ബോർഡിനോട് ചേരുന്ന ഒരു നൂലാണെങ്കിൽ നമുക്ക് ഇങ്ങനെ മൂവ് ചെയ്യാനായിട്ട് പറ്റും. ഇതില് ഗ്യാപ്പ് ഇല്ല കേട്ടോ. ഇതിന് വൺ എന്ന് പറയുമ്പോൾ ഭയങ്കര ടൈറ്റ് ആയിട്ടിരിക്കുകയാണ്. നിങ്ങൾ കുറച്ച് ഗ്യാപ്പ്, കുറച്ച് സ്പേസ് കൊടുക്കണം കേട്ടോ. കാരണം നമ്മുടെ ഈ കൈ കൊണ്ട് ഇങ്ങനെ മൂവ് ചെയ്യാൻ പറ്റണം. വൺ എന്ന് പറയുമ്പോൾ ആ ഒരു ബീറ്റ്സ് നമുക്ക് കൈ കൊണ്ട് മൂവ് ചെയ്യാൻ പറ്റും. 2 1 2 എന്ന് പറഞ്ഞ് മൂവ് ചെയ്യാൻ പറ്റണം. 3 എന്ന് പറയുമ്പോൾ 1 2 3 എന്ന് മൂവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെ കുറച്ച് ഗ്യാപ്പ് കൊടുത്തിട്ട് വേണം അവിടെ ചെയ്യാൻ. പണ്ട് സ്ലേറ്റിന്റെ സൈഡിൽ ഉണ്ടായിരുന്നത് അല്ലേ? എങ്ങനെ? അതെ, അതേപോലെ കൗണ്ടിങ് പഠിപ്പിക്കാനും കളേഴ്സ് പഠിപ്പിക്കാനും യൂസ് ചെയ്യുന്ന ഒരു മെറ്റീരിയൽ ആണ് ബീഡ്സ് ചെയർ എന്ന് പറയുന്നത്. ആ മെറ്റീരിയൽ കൗണ്ടിങ്ങും കളേഴ്സും മാത്രം പഠിപ്പിക്കുന്നെങ്കിൽ കുട്ടികൾ അങ്ങനെ മൂവ് ചെയ്യുന്നതിലൂടെ കൗണ്ട് ചെയ്യുന്നതിലൂടെ കൈ അവർ ഹാൻഡ് യൂസ് ചെയ്യുന്നുണ്ട്. സോ ഫൈൻ മോട്ടോർ സ്കിൽസും അവിടെ ഡെവലപ്പ് ആകും. അപ്പൊ മാം എന്താടാ നെക്സ്റ്റ് വീക്ക് ആണോ? എന്നത്തേക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും? നെക്സ്റ്റ് വീക്ക് ചെയ്യാൻ പറ്റും. ബീഡ്സ് വീട്ടില് കുഞ്ഞുമക്കളൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ കിട്ടില്ലേ, നമ്മളുടെ എന്താ പറയാ ചെയിനിലൊക്കെ ഉണ്ടാവില്ലേ. നെക്സ്റ്റ് വീക്ക് നോക്കാം. നെക്സ്റ്റ് മാർച്ച് 6 സബ്മിറ്റ് ചെയ്യാട്ടാ. മാക്സിമം എല്ലാവരും നോക്കിയ ബീഡ്സുകൾ എവിടെയൊക്കെ കിട്ടുന്നോ നല്ല ബീഡ്സുകളൊക്കെ നമുക്ക് കളക്ട് ചെയ്യാം. അത് വെച്ചിട്ട് ബീഡ്സ് ചെയ്യാട്ടോ. ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചേക്കോ. എന്നിട്ട് ഗ്രൂപ്പിൽ ഒന്ന് ഷെയർ ചെയ്യണോട്ടെ. ഈ ഒരു ആക്ടിവിറ്റി മിസ് തന്നിട്ടുണ്ട്. ബീഡ്സ് ചെയർ എന്നാണ് ആക്ടിവിറ്റിയുടെ പേര്. ബീഡ്സ് ഇങ്ങനെ സ്റ്റെയർ പോലെ ചെയ്യുന്നതിനെയാണ് ബീഡ്സ് ചെയർ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങളുടെ ഐഡിയാസും കാര്യങ്ങളൊക്കെ കൊടുക്കാം. റെക്കോർഡ് ക്ലാസ് കാണുന്ന കുട്ടികളുണ്ടാവില്ലേ, അവർക്ക് ഇൻഫർമേഷൻ കിട്ടണമെന്നില്ല. സോ അതൊന്ന് ഗ്രൂപ്പിലുള്ളവർക്ക് അല്ലെങ്കിൽ ക്ലാസ് മിസ് ആയവർക്ക് ഒരു ഹെൽപ്പ് ആയിരിക്കും കേട്ടോ. 1 to 10 അല്ലേ നമ്പേഴ്സ്? 1 to 10 ആണ്. 1 to 10 ആണ് കേട്ടോ. സൈസ് എത്ര? മീൻസ് ഇത്രയും സൈസ് മതി? സാധാരണ ബീഡ്സിന്റെ സൈസ് കുഞ്ഞുങ്ങളുടെയൊക്കെ മുത്തുമാലയില്ലേടാ. അല്ല, എന്റെ ഈ കാർഡ്ബോർഡിന്റെ വലിപ്പം അത്രയും മതിയില്ലേ? ട്രയാങ്കിള് ആ ഒരു അത്യാവശ്യം കുറച്ച് ഗ്യാപ്പ് കൊടുത്തിട്ട് ആ മൂവ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു ഫിംഗർ ഗ്യാപ്പ് കൊടുക്കുക. ഒരു ബീഡ്സ് കഴിഞ്ഞിട്ട് ഒരു ഫിംഗർ ഗ്യാപ്പ്, നെക്സ്റ്റ് 2 ബീഡ്സ് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ഫിംഗർ ഗ്യാപ്പ്, ഇങ്ങനെ നീളത്തില് ഒരു ഫിംഗറിന് ഒരു ഗ്യാപ്പ് കൊടുത്തിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോ ഞാൻ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാണ്. താങ്ക് യു ഓൾ. സൈൻ ഔട്ട് ആരാ പറയുന്നേ? ആരുമില്ല. ഓക്കെ, ഞാൻ സൈൻ ഔട്ട്. ഓക്കെ, പറഞ്ഞോ. Thank you, ma'am, for your wonderful and beautiful class. And thank you all.
Have a blessed day. Okay, thank you.